എവ്രിവൺ, വെൽക്കം ബാക്ക്. ഓണത്തിന് മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഓണസദ്യ, അതുപോലെ തന്നെ ഓണപ്പൂക്കളം. അപ്പോൾ ഈ പ്രാവശ്യം ഓണം സ്പെഷ്യൽ ബോട്ടിൽ ക്രാഫ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഓണസദ്യയും അതുപോലെ തന്നെ ഓണപ്പൂക്കളമാണ്. ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനുള്ളത്. പക്ഷേ കുറച്ച് സമയം പിടിക്കും നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ചെറിയ ചെറിയ പീസായിട്ട് ഇത് കട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഓരോ കറികൾക്ക് അതിൻ്റെതായ പെയിൻറ്റ് അപ്ലൈ ചെയ്യണം. അങ്ങനത്തെ കുറച്ച് സമയം ഇതിന് ചിലവാകും. എന്നാലും കുഴപ്പമില്ല, എന്നാലും കുപ്പിയൊക്കെ നമ്മൾ ഭംഗിയാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ അതേ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു എയർ ഡ്രൈ ക്ലേ എടുക്കാം കേട്ടോ. എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾഡ് കിറ്റ് വെച്ചിട്ട് ആണെങ്കിലും ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതുപോലെ തന്നെ കടലാസിൽ നമുക്കൊരു എലർ ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം അത് ഈ ക്ലേയുടെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു കട്ടർ വെച്ചിട്ടോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസേഴ്സ് വെച്ചിട്ടോ നമുക്കിതുപോലെ ഷേപ്പിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ബോട്ടിലേക്ക് ആ ഇല സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ചെറിയ മടക്കുകളും ചുളികളൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മളിത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ചിലപ്പോൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ഇത് ചെയ്തത് പ്രോപ്പറായിട്ട് കിട്ടണമെന്നില്ല. ഇനി ഒരു പെൻസിലോ അതെല്ലാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബ്രഷിൻ്റെ സൈഡ് ഭാഗം വെച്ചിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇലയുടെ നടുഭാഗത്ത് ഒരു ചെറിയ ലൈൻ പോലെ ഉണ്ടാവും ഉള്ളിലേക്കായിട്ട്. പിന്നെ അതുപോലെ തന്നെ സൈഡ് ഭാഗങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ചെറിയൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പെൻസിലിൻ്റെയോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഷിൻ്റെയോ സൈഡ് ഭാഗം വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി സാധാരണ ഒരു നോർമൽ ഗ്ലൂ വെച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇലയൊക്കെ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യക്ക് വിളമ്പാൻ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി വന്ന ക്ലേ ഉപയോഗിച്ചിട്ട് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 10-12 ഐറ്റംസ് ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പഴം, പപ്പടം, പിന്നെ അച്ചാർ, കാളൻ, ശർക്കര വരട്ടി, കായ വറുത്തത്, പിന്നെ എരിശ്ശേരി, സാമ്പാർ, അവിയൽ, പിന്നെ ഒരു തോരൻ, പിന്നെ ഒരു സ്റ്റൂണ്ട്, രസം, മോര്, പായസം, അങ്ങനെയൊക്കെ ഏകദേശം മറ്റുള്ളവരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിലൊക്കെ ആക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സദ്യയിൽ നമ്മൾ ഗ്ലാസ്സിൽ പായസം മാത്രമല്ലാണ്ട് നമ്മൾ സംഭാരം വാങ്ങും, അതുപോലെ തന്നെ രസമൊക്കെ വാങ്ങും. അപ്പോൾ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ഗ്ലാസിൻ്റെ ഷേപ്പാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ പായസം വെക്കാൻ വേണ്ടിയിട്ടും 2 ഗ്ലാസിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നേരത്തെ ബോട്ടിലിൽ ഒട്ടിച്ചിട്ടുള്ള ഇല ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ അവിടെ പെയിൻറ്റ് ചെയ്യുന്നത്. സാപ്പ് ഗ്രീനും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്യുമ്പോൾ അത് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടില്ല. നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് 2 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കിത് നന്നായി ഉണങ്ങി കിട്ടി. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ കറികളൊക്കെ ഒന്ന് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ പല കറികൾക്കും പല കളേഴ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ, കാരണം ഈ ഒരു കളർ തന്നെ വേണമെന്നൊന്നുമില്ല. ചില സമയത്തൊക്കെ മഞ്ഞയും പച്ചയും കൂടി ഒരു മിക്സ് ആയിട്ടൊക്കെ ആയിരിക്കും ചെയ്യേണ്ടി വരിക. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കളർ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളെ ചോറിന് എന്തായാലും വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ ടൈറ്റാനിയം വൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല, കാരണം നമ്മുടെ ക്ലേ ഓൾറെഡി വൈറ്റ് കളറാണ്. പിന്നെ ചില ആൾക്കാരൊക്കെ നടുക്കാണ് സാമ്പാർ ഒഴിക്കുക. അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യെല്ലോ ഓക്കറും പിന്നെ ചെറിയതായിട്ടൊരു ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്.
ഗ്ലാസ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബേൺ സിയനെയും അതുപോലെ തന്നെ ചെറിയതായിട്ട് ക്രിംസണിലേക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഗ്ലാസിൻ്റെ ഉള്ളിൽ പായസം, രസം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് യെല്ലോ ഓക്കറും അതുപോലെ തന്നെ വൈറ്റും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഓപ്ഷനിലാണ് ചെയ്യാനായിട്ട്. പിന്നെ യെല്ലോ ഓക്കറും വൈറ്റും കുറച്ച് ബാക്കിയുള്ള കൊണ്ട് തന്നെ അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ബേസ് കോട്ടായിട്ട് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രഷ് കയ്യിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ ഇലയുടെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലേയുടെ കുറച്ച് പൊടികളൊക്കെ അവിടെ സൈഡിലൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കുപ്പിയിൽ ഒരു പൂക്കളിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ക്യാപ്പ് എടുത്തിട്ട് ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക. നമ്മുടെ ബോട്ടിൽ ലിമിറ്റഡ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പൂക്കളാട്ടം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 തൃക്കാക്കരപ്പൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പല സ്ഥലത്തും പല പേരുകളാണ് അറിയപ്പെടുന്നത്. ചിലർ ഓണത്തപ്പൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5 എണ്ണവും നടുക്കായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ പൂക്കളത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ക്ലേയുടെ ഭാഗങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. വെറുതെ ഒരു പെയിൻറ്റ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂക്കളത്തിൻ്റെ ഡിസൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ സിമ്പിളായിട്ടൊരു ഡിസൈനാണ് ഇതിൽ ചെയ്തത്. പിന്നെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളൊന്നും ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ കൂടുതലായിട്ട് ഇതെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് മാറും. അപ്പോൾ അതേ നമ്മുടെ പൂക്കളവും അതുപോലെ തന്നെ ഓണസദ്യയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓണാശംസകൾ ഒന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ട് ഓണാശംസകൾ എഴുതി കൊടുക്കുകയാണ്. ഇത് കുറച്ചുകൂടി ഡാർക്ക് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ലൈറ്റ് ഷെയ്ഡായിട്ടാണ് എഴുതിയിട്ടുള്ളത്. കൊറോണ ആയതുകൊണ്ട് തന്നെ ഓണമൊക്കെ എല്ലാവരും വളരെ സേഫായിട്ട് ആഘോഷിക്കുക. അതേ നമ്മുടെ ബോട്ടിൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു കോട്ട് വാർണിഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.